യെസ്, വീണ്ടും തിരിച്ചു വന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തിനെ പറ്റി പഠിച്ചു? സിമ്പിൾ ക്യാഷ് ബുക്കിനെ പറ്റി പഠിച്ചു. അല്ലെങ്കിൽ എന്താണ് സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എന്താണ് നമ്മൾ കൃത്യമായി റിവൈസ് ചെയ്തു. നമുക്ക് സംശയമൊന്നുമില്ല. ഓക്കെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡബിൾ കോളം ക്യാഷ് ബുക്കിനെ പറ്റി പഠിക്കാനാണ്. ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്താണ്, എങ്ങനെയാണ് അതിന്റെ രീതികളും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഈ പറയുന്ന എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പരീക്ഷയ്ക്ക് ബുദ്ധിമുട്ടാകുന്നതും നിങ്ങൾക്ക് ഇപ്പൊ കറന്റ് കുറച്ച് ബുദ്ധിമുട്ടായ ഒരു ഏരിയ ആണ് എന്താണ് ഈ പറഞ്ഞ ഡബിൾ കോളം ക്യാഷ് ബുക്ക്. സാറ് സിമ്പിൾ ആക്കി തരാം. ഈ സാറ് നിങ്ങൾക്ക് സിമ്പിൾ ആക്കി തരും. ഓക്കെ, ഗോയിങ് ടു ദ ടോപ്പിക് ഡബിൾ കോളം ക്യാഷ് ബുക്ക്. ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാലേ, ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സമ്മറി ഓഫ് ടു അക്കൗണ്ട്സ് എന്ന് പറയാം. ഇറ്റ് ഈസ് എ സമ്മറി ഓഫ് ടു അക്കൗണ്ട്സ്. അത് ഏതൊക്കെ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ക്യാഷ് ആൻഡ് ബാങ്ക്. ക്യാഷിന്റെയും ബാങ്കിന്റെയും ഒരു സമ്മറി അല്ലെങ്കിൽ ഒരു കൺസോളിഡേറ്റഡ് അക്കൗണ്ട് ആണ് എന്ത് ഈ പറയുന്ന ഡബിൾ കോളം ക്യാഷ് ബുക്ക്. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ 2 എമൗണ്ട് കോളം വരും. ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ എന്ത് വരും? 2 എമൗണ്ട് കോളം വരും. ആൻഡ് ഏതൊക്കെ എമൗണ്ട് കോളം? ഈ പറയുന്ന ക്യാഷും ബാങ്കും. ക്യാഷും ബാങ്കും 2 എമൗണ്ട് കോളം വരും. എന്തിനാണ് പറയുന്ന 2 എമൗണ്ട് കോളം? ഇപ്പൊ നിങ്ങൾക്ക് ഒരു ചോദ്യം വരാം, ഈ പറയുന്ന ബാങ്ക് ട്രാൻസാക്ഷൻസ് ഒക്കെ ഒരു സെപ്പറേറ്റ് ആയിട്ടൊരു അക്കൗണ്ടിലും ഈ പറയുന്ന ബാങ്ക് ട്രാൻസാക്ഷൻസ് ഒക്കെ സെപ്പറേറ്റ് ഒരു അക്കൗണ്ടിലും ക്യാഷ് ട്രാൻസാക്ഷൻ സെപ്പറേറ്റ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്താൽ ഈ പറഞ്ഞ 2 എമൗണ്ട് കോളത്തിന് ആവശ്യമില്ലല്ലോ, അല്ലേ? എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ പറഞ്ഞ ക്യാഷ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ ഒരു സിമ്പിൾ ക്യാഷ് ബുക്കും ബാങ്ക് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാൻ ഒരു ബാങ്ക് ബുക്ക് കണക്കത്തെ ഒരു ബുക്കും വെച്ചാൽ ഈ പറയുന്ന ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ആവശ്യകത ഇല്ല. ശരിക്കും പറഞ്ഞ ആവശ്യകത ഇല്ല. ബട്ട് ഒരു സ്ഥാപനത്തില് ക്യാഷ് ട്രാൻസാക്ഷൻസ് പോലെ തന്നെ എന്തും കാണാം, ബാങ്ക് ട്രാൻസാക്ഷൻസും കാണാം. ഒരു സ്ഥാപനത്തില് ഇപ്പൊ ക്യാഷ് ട്രാൻസാക്ഷൻസ് മാത്രമാണ് എന്ത് മതി? സിമ്പിൾ കോളം ക്യാഷ് ബുക്ക് മതി. ബട്ട് ഇഫ് ഈ പറയുന്ന സ്ഥാപനത്തിലെ ഓർഗനൈസേഷൻ ഹാസ് എന്താണ് ക്യാഷ് ട്രാൻസാക്ഷൻസ് കാണും, along with what ബാങ്ക് ട്രാൻസാക്ഷൻസ് കാണും. In that case, it is difficult to maintain two books. അതുകൊണ്ട് അവർ എന്ത് ചെയ്യും? They will maintain a separate book called what? Double column cash book having 2 amount columns, cash and bank. ക്യാഷും ബാങ്കും എന്ന പേരുള്ള 2 എമൗണ്ട് കോളം ഉള്ള എന്ത് ചെയ്യും? ഒരു സെപ്പറേറ്റ് ബുക്ക് കീപ്പ് ചെയ്യും. ഓക്കെ, ആ ബുക്കിന്റെ ബാലൻസ് എടുത്ത് നോക്കിയാൽ കൃത്യമായിട്ട് അറിയാം, ക്യാഷിൽ ഇത്ര രൂപ ബാലൻസ് ഉണ്ട്, ബാങ്കിൽ ഇത്ര രൂപ ബാലൻസ് ഉണ്ട്, കൃത്യമായിട്ട് മനസ്സിലാവും. ആ പറയുന്ന ബുക്ക് എടുത്ത് വെച്ച് നോക്കുമ്പോൾ കാര്യം എന്ത് മനസ്സിലാവും? ക്യാഷിൽ ഇത്ര രൂപ ബാലൻസ് ഉണ്ട്, ബാങ്കിൽ ഇത്ര രൂപ ബാലൻസ് ഉണ്ട്, എന്ത് ചെയ്യും? കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇത് ഈസ് എ കൺസോളിഡേഷൻ ഓഫ് 2 അക്കൗണ്ട്സ് ക്യാഷ് ആൻഡ് ബാങ്ക്, അല്ലെങ്കിൽ ഇറ്റ് സമ്മറി ഓഫ് 2 അക്കൗണ്ട്സ് ക്യാഷ് ആൻഡ് ബാങ്ക് എന്ന് നമുക്ക് എന്ത് ചെയ്യാം? പറയാം. അത് വരെ ഓക്കെ ആണ്. ഓക്കെ ആണെങ്കിൽ അടുത്തൊരു പോയിന്റ് ഞാൻ പറയുന്നു. ഈ പറയുന്ന ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ എന്നും എപ്പോഴും ഈ പറയുന്ന പിള്ളേർക്ക് പേടി സ്വപ്നമായിട്ട് വരുന്ന ഒരു എൻട്രിയാണ് കോൺട്രാ എൻട്രീസ്. എന്താണ് കോൺട്രാ എൻട്രീസ് എന്ന് പറഞ്ഞ എൻട്രീസ് എന്ന് പറഞ്ഞ ലെഡ്ജർ ഫോളിയോ കോളത്തിൽ ആ പറഞ്ഞ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുമ്പോൾ സി എന്ന് പറയുന്ന ലെറ്റർ ഇട്ട് പോകണം. എന്നിട്ട് നമ്മൾ ആ പറഞ്ഞ കോൺട്രാ എൻട്രി ആകുമ്പോൾ ബാങ്ക് കൂടുന്നു, ക്യാഷ് കുറയുന്നു, അല്ലെങ്കിൽ ക്യാഷ് കൂടുന്നു, ബാങ്ക് കുറയുന്നു. ഇതാണ് കോൺട്രാ എൻട്രി എന്നൊക്കെ അറിയാം. ഓക്കെ, കോൺട്രാ എൻട്രി പറ്റി ഞാനൊന്ന് സിമ്പിൾ ആയിട്ടൊന്ന് പറയാം. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുള്ളൂ. ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളും ഞാൻ പറയത്തില്ല. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ഈ പറയുന്ന കാര്യങ്ങൾ കൊണ്ടുപോയാൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ഞാൻ പഠിപ്പിക്കുന്ന ഈ ഏരിയാസിൽ നിന്ന് എന്ത് ചെയ്യാം? ഫുൾ മാർക്ക് കിട്ടും. അത് ഞാൻ ഗ്യാരണ്ടി ആയിരുന്നു. ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചോണ്ട് പോയാൽ മതി. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ എന്തിനെ പറ്റിയാണ് പറഞ്ഞത്? കോൺട്രാ എൻട്രീസ് അല്ലെ കോൺട്രാ എൻട്രീസ് ആണ്. കോൺട്രാ എൻട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ജേർണൽ എൻട്രി. അത് എന്ത് തന്നെയാണ്? ഒരു ജേർണൽ എൻട്രി തന്നെയാണ്. അഫക്റ്റിംഗ് ബോത്ത് ക്യാഷ് ആൻഡ് ബാങ്ക്. ക്യാഷിനെയും ബാങ്കിനെയും ഒരേ സമയത്ത് അഫക്ട് ചെയ്യുന്ന എൻട്രി ഏതാണോ ആ എൻട്രിയെ കോൺട്രാ എൻട്രി എന്ന പേരിട്ട് വിളിക്കും. എന്താണ്? ക്യാഷിനെയും ബാങ്കിനെയും അഫക്ട് ചെയ്യുന്ന എൻട്രി എന്താണോ അതിനെ കോൺട്രാ എൻട്രി എന്ന പേരിട്ട് വിളിക്കും. ഓക്കെ,
അപ്പൊ മനസ്സിലായി ഈ പറയുന്ന എൻട്രിയിൽ ഡെബിറ്റ് ആയിട്ട് വരുന്നത് ക്യാഷോ ബാങ്കോ ആയിരിക്കും, ക്രെഡിറ്റ് ആയിട്ട് വരുന്നത് ക്യാഷോ ബാങ്കോ ആയിരിക്കും. എന്ന് പറഞ്ഞ് ഈ പറയുന്ന കോൺട്ര എൻട്രിയിൽ രണ്ട് എൻട്രീസേ വരുള്ളൂ. എന്ന് പറഞ്ഞാൽ ബാങ്കിനെ അഫക്ട് ചെയ്യുന്ന എൻട്രി, ക്യാഷിനെ അഫക്ട് ചെയ്യുന്ന എൻട്രീസ് മാത്രമേ വരുള്ളൂ. എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? എന്ന് പറഞ്ഞാൽ രണ്ട് എൻട്രീസ് വരുള്ളൂ. ഒന്ന് ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് എന്ന് പറഞ്ഞൊരു എൻട്രിയും വരും. രണ്ട് ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് എന്ന് പറഞ്ഞൊരു എൻട്രിയും വരും. ഈ രണ്ട് എൻട്രീസ് എവിടെ വരുള്ളൂ? ഈ പറഞ്ഞ കോൺട്ര എൻട്രീസിൽ വരുള്ളൂ. ഈ പറയുന്ന രണ്ട് എൻട്രീസ് വരാൻ കാരണക്കാരനായ ട്രാൻസാക്ഷൻ ഏതാണെന്ന് കൃത്യമായി കണ്ടുപിടിച്ച് ഈ പറയുന്ന എൻട്രിയെ കൃത്യമായി ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ പോസ്റ്റ് ചെയ്താൽ എന്ത് കഴിഞ്ഞു? കോൺട്ര എൻട്രിയുടെ പോസ്റ്റും കഴിഞ്ഞു. ഡബിൾ കോളം ക്യാഷ് ബുക്ക് ലെഡ്ജർ പോളിസി എന്ന് എഴുതുന്ന ആ പറയുന്ന എലമെന്റ് കഴിഞ്ഞു. ഓക്കെ, രണ്ട് സാഹചര്യങ്ങളാണ് മെയിനായിട്ടും, രണ്ട് സാഹചര്യങ്ങളാണ് ഈ പറയുന്ന കോൺട്ര എൻട്രി വരുന്നത്. രണ്ട് സാഹചര്യങ്ങൾ മെയിനായിട്ട്. സാഹചര്യങ്ങളുടെ സ്വഭാവം മാറും, ബട്ട് ബേസ് ഇത് തന്നെ ആയിരിക്കും. ഞാൻ പറയാൻ പോകുന്ന രണ്ട് സാഹചര്യങ്ങളായിരിക്കും ബേസ് ആയിട്ട് വരുന്നത്. ബട്ട് നമ്മൾ എന്ത് ചെയ്യും? സ്വഭാവങ്ങൾ മാറാം ചിലപ്പോൾ ട്രാൻസാക്ഷൻ, പക്ഷെ ബേസ് ഇത് തന്നെ ആയിരിക്കും. ഓക്കെ, അതെന്താണെന്ന് ഞാൻ പറയാം. രണ്ട് ട്രാൻസാക്ഷൻസ്. ഒന്ന് ചെക്ക് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്, അല്ലെങ്കിൽ ഇതിന് വേറെ രീതിയിൽ പറയാം, ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. രണ്ടാമത്തെ സിറ്റുവേഷൻ withdrew cash from bank. ഈ പറയുന്ന രണ്ട് സിറ്റുവേഷനിലാണ് കോൺട്ര എൻട്രി വരുന്നത്, ദ ബേസ് സിറ്റുവേഷൻസ്. അപ്പൊ എനിക്കൊരു കാര്യം നിങ്ങൾ പറഞ്ഞു തരണം, എന്തായിരിക്കും ഈ പറഞ്ഞ രണ്ട് ഇൻസ്റ്റൻസിലും വരുന്ന ജേർണൽ എൻട്രി എങ്ങനെയാണെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരണം. ഈ പറഞ്ഞ രണ്ട് ഇൻസ്റ്റൻസിലും വാട്ട് വിൽ ബി ദ ജേർണൽ എൻട്രി? നമുക്ക് നോക്കാം. ചെക്ക് ഡെപ്പോസിറ്റ് ഇൻ ടു ബാങ്ക്. നമ്മൾ നേരത്തെ സിമ്പിൾ കോളം ക്യാഷ് ബുക്കിൽ ഒരു കാര്യം പറഞ്ഞു, ബാങ്കിൽ കൊണ്ട് ചെക്ക് ഇട്ടാൽ അത് എന്തായിട്ട് കൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞു? ക്യാഷ് ആയിട്ട് കൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഇതിന് രണ്ടിന് എൻട്രി എന്തായിരിക്കും? ഒന്നായിരിക്കും ക്യാഷ് ഡെപ്പോസിറ്റ് ഇൻ ടു ബാങ്ക്. എന്തായിരിക്കും? ക്യാഷ് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും എൻട്രി? ഒരു സ്ഥലം കൂടും, ഒരു സ്ഥലം കുറയും. ഒരു സ്ഥലം കൂടും, ഒരു സ്ഥലം കൂടും. എവിടെ കൂടും? ബാങ്കിൽ കൂടും. എവിടെ കൂടും? ബാങ്കിൽ കൂടും. ഇപ്പൊ ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു വാട്ട്? ക്യാഷ്. ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു വാട്ട്? ക്യാഷ്. ഇതായിരിക്കും എന്ത്? ക്യാഷ് ബാങ്ക് അക്കൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ എൻട്രി. രണ്ട്, വിഡ്രൂ ക്യാഷ് ഫ്രം ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാങ്കിൽ നിന്ന് പൈസ പിൻവലിച്ചു. ബാങ്കിൽ നിന്ന് പൈസ പിൻവലിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ബാങ്ക് എന്നും പറയുന്ന അസറ്റ് കുറയും. ബാങ്കിന് നമ്മൾ എന്ത് ചെയ്യണം? ബാങ്കിന് നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ആ പൈസ നമ്മൾ എന്ത് വന്നു? നമ്മളെ കയ്യിൽ വന്നു, ക്യാഷിന് ഹാൻഡ് ആയിട്ട് മാറി. ക്യാഷ് എന്ത് നമ്മളെ കയ്യിൽ വന്നു. അപ്പൊ ക്യാഷ് എന്ത് ചെയ്യും? കൂടും. ഇപ്പൊ ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു വാട്ട്? ബാങ്ക്. ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക്. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി, ഈ പറയുന്ന രണ്ട് ഇൻസ്റ്റൻസിലാണ്, ഈ പറയുന്ന രണ്ട് സിറ്റുവേഷൻസിൽ ആണ് എന്ത് വരുന്നത്? കോൺട്ര എൻട്രി വരുന്നത്. അതേപോലെ തന്നെ ഈ പറയുന്ന രണ്ട് ജേർണൽ എൻട്രി കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ നമുക്ക് എന്ത് ചെയ്യും? പോസ്റ്റിംഗ് നടക്കും. ഇനി നിങ്ങൾ എനിക്ക് ഒരു കാര്യം പറഞ്ഞു തരണം. പറഞ്ഞാൽ ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ എന്തുണ്ട്? രണ്ട് എമൗണ്ട് കോളം ഉണ്ട്. നമുക്കത് എക്സലിലോട്ട് ഒന്ന് മാറ്റി ചെയ്യാം. ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ എന്തുണ്ട്? ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ രണ്ട് എമൗണ്ട് കോളം ഉണ്ട്. അല്ലെങ്കിൽ ഇവിടെ ഇട്ട് ഞാൻ പറയാം. ഓക്കെ, ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ എന്തുണ്ട്? രണ്ട് എമൗണ്ട് കോളം ഉണ്ട്. ക്യാഷും ഉണ്ട്, ബാങ്കും ഉണ്ട്. സംശയമൊന്നുമില്ല. ഈ പറഞ്ഞ രണ്ട് എമൗണ്ട് കോളത്തിനെ രണ്ട് ലെഡ്ജർ ആക്കി കണ്ട് നമുക്ക് ഈ പറഞ്ഞ എൻട്രി ഒന്ന് പോസ്റ്റ് ചെയ്ത് നോക്കിയാലേ. എന്താണ് ഞാൻ പറഞ്ഞത്? ഈ പറയുന്ന നമുക്ക് രണ്ട് ലെഡ്ജർ വരയ്ക്കാം. ഒന്ന് ക്യാഷ് അക്കൗണ്ട് എന്ന ലെഡ്ജറും വരയ്ക്കാം. രണ്ട് ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്ന ലെഡ്ജറും വരയ്ക്കാം. ലെഡ്ജർ ആണ് ഞാൻ വരച്ചത്, ഒരിക്കലും ഒരു സ്പെഷ്യൽ ജേർണൽ അല്ല ഞാൻ വരച്ചത്. സ്പെഷ്യൽ ജേർണൽ എന്ന് പറഞ്ഞാൽ ബുക്കാണ്.
ട്രാൻസാക്ഷൻസ് എളുപ്പത്തിൽ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയുള്ള ബുക്ക് അത്രമാത്രം. ലെഡ്ജർ എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ നിന്ന് വരണം? ജേർണൽ എൻട്രിയിൽ നിന്ന് തുടങ്ങി വരണം, എന്നാലേ ലെഡ്ജർ എന്ന് പറയുന്ന പോസ്റ്റിംഗ് സ്റ്റേജിൽ നമ്മൾ എത്തുള്ളൂ. ബട്ട് സ്പെഷ്യൽ ജേർണൽ എന്താണ്? വി ആർ ഡയറക്ട്ലി പോസ്റ്റിംഗ് ദ ട്രാൻസാക്ഷൻസ്. നമ്മൾ എന്ത് ചെയ്യും? ട്രാൻസാക്ഷൻസിനെ ഡയറക്ട്ലി പോസ്റ്റ് ചെയ്യും അക്കോർഡിംഗ് ടു ദർ നേച്ചർ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യമാണ്, ക്യാഷ് അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട്, ഈ രണ്ട് ട്രാൻസാക്ഷൻ. ഒന്നാമത്തെ ട്രാൻസാക്ഷൻസ് ചെക്ക് ഡെപ്പോസിറ്റ് ഇൻ ടു ബാങ്ക് അല്ലെങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ഇൻ ടു ബാങ്ക്, റുപ്പീസ് 5,000 ആൻഡ് വിഡ്രൂ ക്യാഷ് ഫ്രം ബാങ്ക് ₹2,000. ഇത് രണ്ടും, ഈ രണ്ട് ജേർണൽ എൻട്രി ഞാൻ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ട്. ബട്ട് സോ വി ഹാവ് ടു പോസ്റ്റ് ദിസ്. നമുക്ക് എന്ത് ചെയ്യണം? ജേർണൽ എൻട്രി എഴുതി എന്ത് ചെയ്യാനോടെ? പോസ്റ്റ് ചെയ്യണം. നമുക്ക് പോസ്റ്റ് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ട്രാൻസാക്ഷൻ ചെക്ക് ഡെപ്പോസിറ്റ് ഇൻ ടു ബാങ്ക്, ക്യാഷ് ഡെപ്പോസിറ്റ് ഇൻ ടു ബാങ്ക്. എൻട്രി നമ്മളെ കയ്യിലുണ്ട്, ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാഷ്. അപ്പൊ നമ്മള് ബാങ്കിന്റെ കോളത്തിൽ എന്തെന്ന് എഴുതോടെ? ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാഷ് എന്ന് പറഞ്ഞാൽ ബാങ്കിന് ഡെബിറ്റ് സൈഡിൽ എന്തെന്ന് വരണം? ക്യാഷ് എന്ന് പറയണം 5,000. അതുപോലെ തന്നെ ക്യാഷിന്റെ ക്രെഡിറ്റിൽ എന്തെന്ന് പറയണം? ബാങ്ക് എന്ന് പറയണം എന്ത്? 5,000. ഇങ്ങനെയല്ലേ? ആണ്, ഇങ്ങനെയാണ്. എന്തുകൊണ്ടാണ്? ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാഷ് എന്ന് പറയുമ്പോൾ ബാങ്ക് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ പോയിട്ട് ബാങ്ക് അക്കൗണ്ട് ഈ പറയുന്ന ക്യാഷ് ഡെപ്പോസിറ്റും ചെയ്തത് മൂലം എന്താണ് കൂടിയത്? ബാങ്കാണ് കൂടിയത്. ബാങ്കിന്റെ ഡെബിറ്റ് സൈഡിൽ ക്യാഷ് കൂടി, ബാങ്കിന്റെ ഡെബിറ്റ് സൈഡിൽ ബാങ്ക് കൂടി. എന്ത് കാരണം? ബാങ്ക് അക്കൗണ്ടിൽ ബാങ്ക് എന്ന് പറഞ്ഞ പേര് വരത്തില്ല ഒരിക്കലും. ബാങ്ക് അക്കൗണ്ട് കൊടുത്ത് എന്ത് വന്നു? ക്യാഷ് വന്നു, അതനുസരിച്ച് ബാങ്ക് കൂടി. ഓക്കെ, പൈസ കൊണ്ട് ബാങ്ക് ഇട്ടത് കൊണ്ട് ക്യാഷ് എന്ത് ചെയ്തു? കുറഞ്ഞു, 5,000 രൂപ. ഒന്നാമത്തെ എൻട്രി പോസ്റ്റ് ചെയ്തു. രണ്ടാമത്തെ എൻട്രി വിഡ്രൂ ക്യാഷ് ഫ്രം ബാങ്ക്, ബാങ്കിൽ നിന്ന് പൈസ പിൻവലിച്ചു. പിൻവലിക്കുമ്പോൾ എന്ത് സംഭവിക്കും? പറഞ്ഞു തരൂ. ക്യാഷ് കൂടും. എന്ത് കൂടും? ക്യാഷ് കൂടും. ഇപ്പൊ ബാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ എത്ര ചെയ്തോടെ? 2,000 രൂപ ക്യാഷ് കൂടും. ബാങ്ക് എന്ത് ചെയ്യും? 2,000 രൂപ കുറയും. ബാങ്ക് എന്ത് ചെയ്യും? 2,000 രൂപ കുറയും. അതുപോലെ തന്നെ എന്ത് സംഭവിക്കും? ക്യാഷ് 2,000 രൂപ കൂടുകയും ചെയ്യും. ബിക്കോസ് എന്താണ്? നമ്മുടെ കയ്യിൽ ഇപ്പൊ എന്തുണ്ട്? ക്യാഷ് ഉണ്ട്. എവിടെ നിന്ന് പിൻവലിച്ച? ബാങ്കിൽ നിന്ന് പിൻവലിച്ച. ഇനി സിംപ്ലി രണ്ട് എൻട്രി പോസ്റ്റ് ചെയ്തു. സിംപ്ലി ഈ പറയുന്ന അക്കൗണ്ട് ഒന്ന് ബാലൻസ് ചെയ്യുക. കൂടുതലുള്ള സ്ഥലം നമ്മൾ കൂട്ടി താഴെ എഴുതുന്നു, അത് അപ്പുറത്ത് എഴുതുന്നു, സംശയമൊന്നുമില്ല. ബാലൻസ് എത്ര വരും? റഫായിട്ടാണ് എഴുതുന്നത്. കോൺസെപ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ബാലൻസ് എത്ര വരും? ബാങ്ക് അക്കൗണ്ട് ബാലൻസ് ചെയ്ത 3,000 രൂപയും വന്നു. ഈ പറയുന്ന ക്യാഷ് അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ എത്ര രൂപ വരും? 3,000 രൂപയും വരും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞ രണ്ട് ജേർണൽ എൻട്രിയും പോസ്റ്റ് ചെയ്താൽ ഇതായിരിക്കും അവസ്ഥ. വാട്ട് ഇഫ് ഈ പറയുന്ന രണ്ട് ജേർണൽ എൻട്രി പോസ്റ്റ് ചെയ്താൽ ഇതായിരിക്കും അവസ്ഥ. സംശയമൊന്നുമില്ല. ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിൽ നിന്ന് ഈ പറയുന്ന ലെഡ്ജർ രണ്ടും കണ്ടിട്ട്, ക്യാഷ് അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ടും കണ്ടിട്ട് മനസ്സിലേക്ക് ഒരു കാര്യം ഓടി വരുന്നുണ്ടോ? ഓടി വരുന്നില്ലെങ്കിൽ ഞാനത് പറഞ്ഞു തരാം. എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന ക്യാഷും ബാങ്കും തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മളിപ്പം ബാങ്കിൽ നിന്ന് പൈസ പിൻവലിക്കുമ്പോൾ ബാങ്ക് എന്ത് ചെയ്യും? കുറയും. ക്യാഷ് എന്ത് ചെയ്യും? കൂടും. ചുരുക്കി പറഞ്ഞ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ശരിക്കും ഒരു നള്ളിഫൈ എഫക്റ്റ് അല്ലേ വരുന്നത് അവിടെ? എന്ന് പറഞ്ഞാൽ എന്താണ്? ബാങ്കിൽ പൈസ ഇടുന്നാലും കയ്യിൽ പൈസ ഇരുന്നാലും രണ്ടൊപ്പം അല്ലേ? നമ്മളൊരു സെപ്പറേറ്റ് അക്കൗണ്ട് ആയിട്ട് പറയുന്നതാണ്, സെപ്പറേറ്റ് രണ്ട് എലമെന്റ് ആയിട്ട് പറയുകയാണ്. ഇപ്പൊ ബാങ്കിൽ നമ്മൾ 5,000 രൂപ കിടന്നാലും കയ്യിൽ 5,000 രൂപ ഉണ്ടായാലും രണ്ടും സെയിം എഫക്റ്റ്. രണ്ടും കയ്യിലുള്ളത് എന്താണ്? പൈസ തന്നെയാണ്. കാരണം നമ്മുടെ ക്യാഷ് നമ്മുടെ ബാങ്കിൽ കിടന്നാലും നമ്മളെ ക്യാഷ് കിടന്നാലും രണ്ടും ഒപ്പം തന്നെയാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അങ്ങനെ ഞാൻ മീൻസ് ചെയ്തത് ഇവിടെ അങ്ങനെയല്ല. മീൻസ് ഈ പറയുന്ന ഇവിടെ സിറ്റുവേഷനിൽ പറയുന്ന കാര്യം നമ്മൾ ഈ പറയുന്ന നള്ളിഫൈ എഫക്റ്റ് ആവും. നള്ളിഫൈ എഫക്റ്റ് മീൻസ് 0 എഫക്റ്റ് വരും.
കാരണം കയ്യിൽ പൈസ ഇരുന്നാലും ബാങ്ക് പൈസ ഇരുന്നാലും ഒപ്പം തന്നെ. ഇപ്പം ഇപ്പം കയ്യിലിരുന്ന പൈസ കൊണ്ട് ബാങ്ക് കൊണ്ടിട്ട വ്യത്യാസമൊന്നുമില്ല. നമ്മളെ ബാങ്ക് അക്കൗണ്ട് തന്നെയാണ് കൂട്ടുന്നത്. കാരണം അതെന്താണ്, ലിക്വിഡ് മണിയാണ്. നാളെ ഒരു ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ പറയുന്ന ക്യാഷ് കയ്യിരിക്കുന്ന പോലെ തന്നെ ആ പറയുന്ന സേവിങ്സ് ബാങ്ക് കിടക്കുന്ന എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പിൻവലിക്കാം. പിൻവലിക്കാം. ഓക്കെ. അപ്പൊ ഒരു സീറോ എഫക്ട് നടക്കുന്ന ട്രാൻസാക്ഷൻസ് ആണ് എന്ത്, കോൺട്രാ എൻട്രീസ്. കോൺട്രാ എൻട്രി ശരിക്കും പറഞ്ഞാൽ എന്താണ്, ഒരു സീറോ എഫക്ട് തരുന്ന ട്രാൻസാക്ഷൻസ് ആണ്. ബട്ട് നമ്മളിത് കൃത്യമായിട്ട് നമ്മളിത് സീറോ എഫക്ട് എന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്തിരുന്ന ക്യാഷും ബാങ്കും ടാലി ആവത്തില്ല. ചുരുക്കി പറഞ്ഞാൽ എല്ലാ ജേണൽ എൻട്രിക്കും സീറോ എഫക്ട് തന്നെയാണ്. ബട്ട് ഈ പറഞ്ഞ ക്യാഷും ബാങ്കിനും ഈ പറഞ്ഞ സീറോ എഫക്റ്റിന്റെ എലമെന്റ് കൂടുതലെന്ന് പറയാനുള്ള കാര്യം, ക്യാഷും ബാങ്ക് നമുക്ക് സ്വന്തമാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന ഒരു പ്രകാശ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് 1000 രൂപ കൊടുത്തു എന്ന് വിചാരിക്കുക. വാട്ട് ഇഫ് ഈ പറഞ്ഞ പ്രകാശ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു 1000 രൂപ കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങളെ കയ്യിലെ ക്യാഷ് എന്ത് ചെയ്യും, കുറയും. പ്രകാശിന്റെ കയ്യിൽ 1000 രൂപ കൂടും. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ വിചാരിക്കാവോ, ഓക്കെ, അവിടെ എന്താണ് ഒരു സീറോ എഫക്റ്റ് ആണ് വന്നത്, എന്റെ കയ്യിൽ പൈസ കുറഞ്ഞാലും പ്രകാശിന്റെ കയ്യിൽ പൈസ ഉണ്ടല്ലോ എന്നല്ല. അത് ഒരിക്കലും എന്താണ് മാച്ച് ചെയ്യത്തില്ല. കാരണം പ്രകാശ് ഈസ് എ ഡിസ്റ്റന്റ് പേഴ്സൺ എവേ ഫ്രം യു. നിങ്ങളിൽ നിന്ന് എന്താണ് മാറി നിൽക്കുന്ന ഒരു ഡിസ്റ്റന്റ് പേഴ്സൺ ആണ് പ്രകാശ്. പ്രകാശ് എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിൽ പൈസ കൂടി നിങ്ങളെ കയ്യിൽ പൈസ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സീറോ എഫക്റ്റ് വരുന്നില്ല. സീറോ എഫക്റ്റ് വരുന്ന വെച്ചാൽ നിങ്ങളുമായിട്ട് സീറോ എഫക്റ്റ് വരുന്നുണ്ട്, ഒരു ഡെബിറ്റ് ക്രെഡിറ്റും വരുന്നുണ്ട്. അല്ലാതെ നമ്മളൊരു ഒരു റിയൽ ലൈഫ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങളതല്ല അത്. പ്രകാശിനോട് ചോദിച്ചാൽ പ്രകാശ് പൈസ തരും, പക്ഷെ ബാങ്കിൽ നിന്ന് എടുക്കുന്ന ആ ഒരു ഈസിനെസ് കിട്ടത്തില്ല. ഞാൻ പറഞ്ഞ ഒരുപാട് കയറിപ്പോയി. ഇത്രയും ഞാൻ മീൻ ചെയ്തോളൂ. if the transactions between cash and bank has a zero effect, it will constitute a contra entry. We are going to learn how to post, like how to record these transactions in the double column cash book. Double column cash book ഇത് എങ്ങനെ പോസ്റ്റ് ചെയ്യും, ഇതെങ്ങനെയാണ് ഇതിന്റെ ഒരു രീതി എങ്ങനെയാണ്, എങ്ങനെയാണ്, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിന് മുന്നോടിയായിട്ടാണ് ഹൗ ദീസ് കോൺട്രാ എൻട്രീസ് ഹാവ് ടു ബി പോസ്റ്റഡ് ഇൻ ദ സെപ്പറേറ്റ് ലെഡ്ജേഴ്സ് ക്യാഷ് ആൻഡ് ബാങ്ക്. അത് ഞാൻ ഒന്ന് പറഞ്ഞു തന്നത്. ഓക്കെ ആണെങ്കിൽ ഡബിൾ കോളം ക്യാഷ് ബുക്കിലേക്ക് പോവാം. ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ക്വസ്റ്റ്യൻ ചെയ്യാം. പിന്നെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഡബിൾ കോളം ക്യാഷ് ബുക്ക് ചെയ്യുമ്പോൾ ഞാൻ ഒന്നുകൂടെ പറയും. നമ്മൾ ഈ പറയുന്ന കോൺട്രാ എൻട്രീസ് ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് we have to annote it with a letter C. നമ്മൾ അതിനെ ലെറ്റർ വെച്ച് അനോട്ട് ചെയ്യണം, ക്വാളിഫൈ ചെയ്ത് കാണിക്കണം. സി എന്ന ലെറ്റർ വെച്ച്. മീൻസ് എന്താണ്, ഡബിൾ കോളം ക്യാഷ് ബുക്ക് പെട്ടെന്ന് ഒരാളുടെ നോക്കുമ്പോൾ ഓക്കെ ക്യാഷിൽ നിന്ന് 2000 രൂപ കുറഞ്ഞിട്ടുണ്ട്, ആ പറയുന്ന എഫക്ട് എവിടെയും വരണം, ബാങ്കിൽ 2000 രൂപ കൂടിയും വേണം. അതാണല്ലോ കോൺട്രാ എൻട്രി. സിമ്പിളി ഒരു ഓഡിറ്റർ, ഇപ്പൊ പറയുന്ന ഒരു കമ്പനിയുടെ അക്കൗണ്ട്സ് നോക്കാൻ വേണ്ടി, ബുക്സ് ഓഫ് അക്കൗണ്ട് നോക്കാൻ വേണ്ടി ഓഡിറ്റർ വന്നു. ആൻഡ് ദാറ്റ് ഓഡിറ്റർ ഈസ് വെരിഫൈങ് ദ ബുക്സ്. ആ ബുക്സ് വെരിഫൈ ചെയ്യുമ്പം യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട്, ഈ പറയുന്ന ക്യാഷിൽ നിന്ന് കുറഞ്ഞ എമൗണ്ട് ബാങ്കിൽ കൂടിയിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് അനോട്ടഡ് വിത്ത് ലെറ്റർ സി വെച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, അനോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് എന്താണ്, കോൺട്രാ എൻട്രി ആണെന്ന് ആ പറയുന്ന ഓഡിറ്ററിന് വെരിഫൈ ചെയ്യാനും പറ്റണം. ഓഡിറ്റർ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വ്യക്തി ആ പറയുന്ന ബുക്സ് ഓഫ് അക്കൗണ്ട് പരിശോധിക്കാൻ റൈറ്റ് ഉള്ള ഒരു വ്യക്തി. ഓക്കെ ഇത്ര കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ ഡബിൾ കോളം ക്യാഷ് ബുക്കിലെ ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പൊ നമ്മളിവിടെ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് പറഞ്ഞ പോലെ നമുക്കൊരു ജേണൽ എൻട്രി കാര്യങ്ങളൊന്നുമില്ല. ട്രാൻസാക്ഷൻ ഏതാണെന്ന് നോക്കുക. ആ പറഞ്ഞ ട്രാൻസാക്ഷന്റെ സ്വഭാവം എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. ഒരു ജേണൽ എൻട്രി മനസ്സിൽ കാണുമ്പോൾ എന്ത് എലമെന്റ് മൂലമാണ് ആ പറഞ്ഞ റെസിപ്റ്റ് വന്നത്, അല്ലെങ്കിൽ എന്ത് എലമെന്റ് മൂലമാണ് പറഞ്ഞ പേയ്മെന്റ് ഉണ്ടായത് മനസ്സിലാക്കുക. ആ പറയുന്ന ഐറ്റത്തിന് മാത്രം എടുത്ത് ആ പറയുന്ന കോളത്തിൽ എഴുതുക, റെസിപ്റ്റോ പേയ്മെന്റോ. ഓക്കെ ദെൻ മാർച്ച് 1 തീയതി ബാലൻസ് ബാലൻസ് നമ്മൾ എന്ത് ചെയ്യണം, ബ്രോ ഡൗൺ ചെയ്യണ്ടേ. എന്ന് പറഞ്ഞാൽ ക്യാഷിനും ബാങ്കിനും എന്ത് ബാലൻസ് ആണ്, ഡെബിറ്റ് ബാലൻസ് ആയതുകൊണ്ട് തന്നെ ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ എവിടെ എഴുതും, ഡെബിറ്റ് സൈഡ് തന്നെ എഴുതും. ക്യാഷിന്റെ ഓപ്പണിംഗ് 300, ബാങ്കിന്റെ ഓപ്പണിംഗ് 3200. ഓക്കെ
ഞാൻ ഈ പറയുന്ന നമുക്ക് ഈ പറഞ്ഞ ട്രാൻസാക്ഷൻ എന്ത് ചെയ്യാം, ഇതുപോലെ രണ്ട് ലെഡ്ജർ വരച്ച് അല്ലെങ്കിൽ രണ്ട് ബുക്ക് വരച്ച് നമുക്ക് എന്ത് ചെയ്യാം. ബട്ട് അതിന്റെ ഈസിനെസ്സിന് വേണ്ടിയാണ് രണ്ട് കോളം കൊടുത്തത്, ക്യാഷും ബാങ്ക്. കാരണം ക്യാഷും ബാങ്ക് നമ്മളതല്ലേ. ക്യാഷും ബാങ്കും എന്റേതാണ്. എന്റെ ക്യാഷും ബാങ്കും ട്രാൻസാക്ഷൻസ് ആണ് റെക്കോർഡ് ചെയ്യുന്നത്. അതിന് എനിക്ക് ഒരു ബുക്ക് മതി. എനിക്ക് എന്തിനു പല ബുക്ക്? എന്റെ ക്യാഷും എന്റെ ബാങ്കും അല്ലേ. ഇപ്പൊ എന്റെ ക്യാഷും അതുപോലെ തന്നെ ഇപ്പൊ വേറെ ഏതെങ്കിലും ഒരു വ്യക്തി, ഇപ്പം ഈ പറഞ്ഞ പ്രകാശ് എന്ന് പറയുന്ന വ്യക്തിയുടെ ബാങ്ക് അക്കൗണ്ട് ആണെങ്കിൽ എനിക്ക് അങ്ങനെ റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് എന്റെ ക്യാഷും എന്റെ ബാങ്കും ഉണ്ട്. അപ്പൊ എനിക്ക് എന്ത് ചെയ്താൽ ഒരു ബുക്ക് മതി. അതാണ് ഈ പറഞ്ഞ ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഒരു ലോജിക് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ബാലൻസ് ബോ ഡൗണില് എം ആയിപ്പോയി, എൻ ആണ്. ഓക്കെ, ദെൻ മാർച്ച് 2-ാം തീയതി സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ₹4000. 4000 രൂപയുടെ സാധനം വിൽക്കുമ്പോൾ എന്ത് സംഭവിക്കും? റിസീപ്റ്റ് കൂടും. എന്ത് മൂലം കൂടും? സെയിൽസ് മൂലം കൂടും. എന്ത് മൂലം കൂടും? സെയിൽസ് മൂലം കൂടും. സെയിൽസ് എത്ര രൂപയാണ്? സെയിൽസ് ക്യാഷ് ആണോ ബാങ്ക് ആണോ കൂടുന്നത്? ക്യാഷ് കൂടിയാൽ ക്യാഷ് കോളത്തിലും ബാങ്ക് കൂടിയാൽ ബാങ്ക് കോളത്തിലും എഴുതണം. അതുപോലെ തന്നെ കുറഞ്ഞാലും ആ സിറ്റുവേഷൻ. ഓക്കെ, ക്യാഷ് ആണോ കൂടിയത്? യെസ്, ക്യാഷ് ആണ് കൂടിയത്. 4000 രൂപയുടെ ക്യാഷ് കൂടി. മാർച്ച് 4-ാം തീയതി പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ്. ഗുഡ്സ് മേടിച്ചു. അപ്പൊ എന്ത് കുറഞ്ഞു? ക്യാഷ് കുറഞ്ഞു. ക്രെഡിറ്റ് ചെയ്യണം. എന്ത് കാരണം? പർച്ചേസ് മൂലം കുറഞ്ഞു. ക്യാഷിന് എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു. 3000 രൂപ വെച്ച് ക്രെഡിറ്റ് ചെയ്തു. മാർച്ച് 5-ാം തീയതി റിസീവ്ഡ് കമ്മീഷൻ ബൈ ചെക്ക് ₹2000. ഓക്കെ, അടുത്തെന്താണ്? റിസീവ്ഡ് കമ്മീഷൻ ബൈ ചെക്ക്. ചെക്കായിട്ട് എന്ത് കിട്ടി? കമ്മീഷൻ കിട്ടി. അപ്പൊ എവിടെയായിരിക്കും കൂടുന്നത്? ആ പറയുന്ന എമൗണ്ട് നമുക്ക് എവിടെയായിരിക്കും റിഫ്ലക്ട് ചെയ്യുന്നത്? ബാങ്കിലായിരിക്കും റിഫ്ലക്ട് ചെയ്യുന്നത്. എവിടെയായിരിക്കും റിഫ്ലക്ട് ചെയ്യുന്നത്? ബാങ്കിലായിരിക്കും റിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും? അവിടെ റിസീവ്ഡ് കമ്മീഷൻ ബൈ ചെക്ക് ബാങ്ക് റിഫ്ലക്ട് ചെയ്യാൻ ബാങ്ക് കൂടും. മാർച്ച് 5-ാം തീയതി എന്ത് സംഭവിക്കും? ബാങ്ക് കൂടും. എന്ത് മൂലം കൂടും? കമ്മീഷൻ കിട്ടി. എന്ത് കിട്ടി? കമ്മീഷൻ കിട്ടി. ബാങ്ക് കോളം കൂടി. എത്ര രൂപ? 2000 രൂപ. ദെൻ മാർച്ച് 6-ാം തീയതി പെയ്ഡ് ടു പ്രകാശ്. പ്രകാശിന് പൈസ കൊടുക്കുമ്പോൾ പൈസ കുറയും. പെയ്ഡ് ടു പ്രകാശ് എന്ന് പറഞ്ഞോളൂ. ത്രൂ ചെക്ക് എന്ന് എന്ത് ചെയ്തിട്ടില്ല? പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യില്ല? പ്രശ്നമില്ല. പ്രകാശ് എത്ര രൂപ ക്യാഷ് ആയിട്ട് കൊടുത്തു? 1000 രൂപ. ദെൻ മാർച്ച് 9-ാം തീയതി റിസീവ്ഡ് ഫ്രോം അലി. അലിയുടെ പൈസ കിട്ടി. മീൻസ് ക്യാഷ് കൂടി. എത്ര രൂപ? 2500 രൂപ. മാർച്ച് 10-ാം തീയതി ചെക്ക് കിട്ടി. എന്ത് വിറ്റപ്പോൾ? ഗുഡ്സ് വിറ്റപ്പോൾ. സെയിൽസ്. എവിടെയാണ് പൈസ? ചെക്ക് കിട്ടുമ്പോൾ എവിടെ പൈസ കൂടും? ബാങ്കിലാണ് പൈസ കൂടുന്നത്. മാർച്ച് 13-ാം തീയതി പൈസ എടുത്തുകൊണ്ട് പോയി. എന്തിനെന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഡ്രൂ ക്യാഷ് ഫോർ പേഴ്സണൽ പർപ്പസ്. ഇപ്പൊ ഇവിടെ എന്ത് സംഭവിക്കും? ഡ്രോയിങ്സ് മൂലം എന്ത് കുറഞ്ഞു? ക്യാഷ് കുറഞ്ഞു. 1200. അടുത്തത് ഇത് കോൺട്രാ എൻട്രി ആണ് വരുന്നത്. 15-ഉം 16-ലും ട്രാൻസാക്ഷൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ചെക്ക് കിട്ടി. ആ പറയുന്ന ചെക്ക് ബാങ്ക് കൊണ്ടിട്ടു. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ ഇപ്പൊ പറയുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നേരത്തെ 2 ട്രാൻസാക്ഷൻസ് വന്നു. എന്തൊക്കെയാണ്? റിസീവ്ഡ് കമ്മീഷൻ ബൈ ചെക്കും റിസീവ്ഡ് ചെക്ക് ഫോർ ഗുഡ്സ് സോൾഡ്. ഈ പറഞ്ഞ 2 ഇൻസ്റ്റൻസിലും നമ്മൾ സിമ്പിൾ കോളം ക്യാഷ് ബുക്ക് നമ്മൾ എങ്ങനെ എടുത്തറേ? പൈസ കിട്ടി എന്ന് പറഞ്ഞെടുത്തു. പക്ഷെ ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ ചെക്ക് കിട്ടി എന്ന് പറഞ്ഞാൽ ബാങ്കില് ചെക്ക് കിട്ടി എന്നാണ്. എന്ന് പറഞ്ഞാൽ ചെക്ക് നമ്മളെ കൈ കിട്ടി, നമ്മൾ അന്ന് തന്നെ സബ്സിക്വന്റ് ആയിട്ട് ആ പറയുന്ന പേയ്മെന്റ് പോയി എന്നൊരു രീതിയാണ്. ഓക്കെ, അതിന് നമ്മൾ ബാങ്ക് കോളത്തിൽ എഴുതി. ബട്ട് ഇഫ് ചോദ്യത്തിൽ ഇങ്ങനെ ഒരു കാര്യം പറയാണ് എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങൾ സൈമിൾട്ടേനിയസിൽ സംഭവിക്കണം. ഒരാളെ കയ്യിൽ നമുക്ക് ചെക്ക് കിട്ടി, നമ്മൾ എന്ത് ചെയ്തു? ബാങ്കിൽ കൊണ്ടിട്ടു. ഒരാളെ കയ്യിൽ നമ്മൾ ചെക്ക് കിട്ടി, നമ്മൾ എന്ത് ചെയ്തു? ബാങ്കിൽ കൊണ്ടിട്ടു. അങ്ങനെ ചെക്ക് കിട്ടി ബാങ്കിൽ കൊണ്ടിട്ടെങ്കിൽ
അവിടെ എന്ത് വരും? കോൺട്രാ എൻട്രി വരും. അവിടെ എന്ത് വരും? കോൺട്രാ എൻട്രി വരും. ചെക്ക് കിട്ടുന്നതിലല്ല കോൺട്രാ എൻട്രി വരുന്നത്, പക്ഷേ ചെക്ക് ബാങ്കിൽ കൊണ്ട് ഇടുമ്പോൾ എന്ത് സംഭവിക്കും? കോൺട്രാ എൻട്രി ആണ് വരുന്നത്. ചെക്ക് ബാങ്ക് കൊണ്ട് ഇടുമ്പോൾ എന്ത് വരും? കോൺട്രാ എൻട്രി ആണ് വരുന്നത്. ഓക്കെ. അപ്പൊ ഇങ്ങനെ ചെക്ക് കിട്ടുമ്പോ ഇങ്ങനെ ഒരു ഈ പറയുന്ന ആരെയുണ്ട് സുരാജ് എന്ന് പറഞ്ഞ ചെക്ക് കിട്ടുമ്പോൾ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യും? ക്യാഷ് കിട്ടിയതായിട്ട് കൺസിഡർ ചെയ്യും. എന്നിട്ട് ആ പറയുന്ന ക്യാഷ് ആണ് ബാങ്കിന് ഇട്ടത്. ആ പറയുന്ന ക്യാഷ് ആണ് ബാങ്കിന് ഇട്ടത്. കാരണം എന്താണ്? ചെക്ക് ഈസ് എ ലിക്വിഡ് ഇൻസ്ട്രുമെന്റ്. ലിക്വിഡ് ഇൻസ്ട്രുമെന്റ് എൻകാഷ് ചെയ്യാൻ പറ്റിയ ഒരു ലിക്വിഡ് ഇൻസ്ട്രുമെന്റ് ആണ്. ലിക്വിഡ് ഇൻസ്ട്രുമെന്റ് ആണ് എന്ത്? ചെക്ക്. അപ്പൊ ഇവിടുത്തെ ഇൻസ്റ്റൻസ് ഇങ്ങനെയാണ്. ചെക്ക് കിട്ടുമ്പോൾ എപ്പോഴും നമ്മൾ എന്ത് വിചാരിക്കും? ഇവിടെ ക്യാഷ് കിട്ടിയതായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ചെക്ക് കിട്ടുമ്പോൾ നമ്മൾ എപ്പോഴും ക്യാഷ് കിട്ടിയതായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സംശയമൊന്നുമില്ല. ബട്ട് ഈ പറയുന്ന കമ്മീഷൻ, റിസീവ്ഡ് കമ്മീഷൻ ബൈ ചെക്ക്, റിസീവ്ഡ് ഈ പറയുന്ന എന്താണ് വേറെ ഇൻസ്റ്റൻസ് പറഞ്ഞാൽ റിസീവ്ഡ് ചെക്ക് ഫോർ ഗുഡ്സ് സോൾഡ്. ഈ പറയുന്ന ഇൻസ്റ്റൻസിലൊക്കെ ക്യാഷ് എവിടെയാണ് കിട്ടിയത്? ബാങ്കിലാണ് കിട്ടിയത്. ബാങ്ക് കോളം ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തും? ക്യാഷ് കോളത്തിൽ എഴുതി വെക്കും. ക്യാഷ് കോളത്തിൽ എഴുതി വെക്കും. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ആദ്യം നമുക്ക് ക്യാഷ് കിട്ടി. ആ പറയുന്ന ക്യാഷ് ആണ് പിന്നെ എന്ത് ചെയ്തത്? ഡെപ്പോസിറ്റ് ചെയ്തത്. നമുക്ക് ആ പറഞ്ഞ എൻട്രി ഒന്ന് പോസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം ക്യാഷ് വന്ന എൻട്രി, അതാണ് ഈ പറയുന്ന മാർച്ച് 15 തീയതി സിറ്റുവേഷൻ. ക്യാഷ് വന്ന എൻട്രി പിന്നെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എൻട്രി ഇടാം. ക്യാഷ് വരുമ്പോൾ എന്താ ഒരു എൻട്രി? ഇവിടെ മാർച്ച് 15 ചെക്ക് റിസീവ്ഡ് ഫ്രം സുരാജ്. അപ്പൊ ഇവിടെ എന്ത് വരും? സുരാജ് നമുക്ക് എന്ത് തന്നടേ? ചെക്ക് തന്നു. ചെക്ക് തന്നപ്പോൾ ക്യാഷ് കൂടി. എത്ര രൂപ? 2500 രൂപ. കുഴപ്പമൊന്നും ഇല്ല. ഈ പറയുന്ന ക്യാഷിനെയാണ് സബ്സിക്വന്റ് ആയിട്ട് മാർച്ച് 16 ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് കൺസിഡർ ചെയ്യുന്നത്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ ഒരു ചെക്ക് റിസീവ് ചെയ്ത് സബ്സിക്വന്റ് ആയിട്ട് പറഞ്ഞ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ക്യാഷ് ആദ്യമേ കൂടിയതിനു ശേഷം ആ പറയുന്ന ക്യാഷ് ആണ് പിന്നെ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. ഓക്കെ. നേരത്തെ നമ്മൾ രണ്ട് സിറ്റുവേഷനിലും റിസീവ്ഡ് കമ്മീഷൻ ബൈ ചെക്കും റിസീവ്ഡ് ചെക്ക് ഓൺ ഗുഡ്സ് സോൾഡ്, ഈ പറഞ്ഞ രണ്ട് സിറ്റുവേഷനിലും നമുക്ക് ഡയറക്റ്റ് ബാങ്കിൽ പൈസ കിട്ടി. ബാങ്ക് കൂടി. ബട്ട് നമുക്ക് ഈ പറഞ്ഞ ചെക്ക് കിട്ടിയതിനു ശേഷം ആ പറഞ്ഞ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തു എന്നൊരു കാര്യം കൂടെ പറഞ്ഞാൽ അവിടെ പ്രശ്നമായി. അവിടെ മൊത്തം പ്രശ്നമായി. കോൺട്രാ എൻട്രി കയറി വന്നു. അവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ചെക്ക് ആദ്യമേ കൈ കിട്ടി, മീൻസ് ക്യാഷ് കൈ കിട്ടി. Then we have deposited that cash into bank. എത്ര രൂപ? 2500 രൂപയുടെ ക്യാഷ്. ഒന്ന് പോസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. മാർച്ച് 16 ചെക്ക് ഡെപ്പോസിറ്റ് ഇൻ ടു ബാങ്ക് ഗീവൺ ബൈ സുരാജ്. എവിടെ കൂടും എവിടെ കുറയെന്ന് പറയണേ? ഡെപ്പോസിറ്റഡ് ക്യാഷ് ഇൻ ടു ബാങ്ക്. എന്താണ് ജേണൽ എൻട്രി? ഡെപ്പോസിറ്റ് ക്യാഷ് ഇൻ ടു ബാങ്ക്. ബാങ്ക് കൂടും. ബാങ്കിന്റെ ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ എത്ര എമൗണ്ട് കൂടും? 2500 രൂപ കൂടും. 2500 രൂപ കൂടും. എന്ത് കുറയും? ക്യാഷ് കുറയും. ക്യാഷ് കുറയും. എത്ര രൂപ? 2500 രൂപ. എന്താണ് ഞാൻ പറഞ്ഞത്? ഒന്നുകൂടെ പറയാം. ക്യാഷ് ഡെപ്പോസിറ്റ് ഇൻ ടു ബാങ്ക്. വാട്ട് വിൽ ബി ദ ജേണൽ എൻട്രി? ബാങ്ക് അക്കൗണ്ട് അറ്റ് ക്യാഷ്. ക്യാഷ് കുറയും. കുറയുമ്പോൾ ക്യാഷിന് എന്ത് ചെയ്യും? ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. ക്രെഡിറ്റ് കോളത്തിൽ എഴുതണം. ക്യാഷിന്റെ ക്രെഡിറ്റ് കോളത്തിൽ ബാങ്ക് കാരണം ക്യാഷ് കുറഞ്ഞു. ബാങ്ക് കാരണം എന്ത് കുറഞ്ഞു? ക്യാഷ് കുറഞ്ഞു. ബാങ്ക് കാരണം എന്ത് കുറഞ്ഞു? ക്യാഷ് കുറഞ്ഞു. ദെൻ ബാങ്ക് കൂടി. എന്ത് കാരണം കൂടി? ക്യാഷ് കാരണം ക്യാഷ് കാരണം എന്ത് ചെയ്തു? കൂടി. ഈ പറയുന്ന സാധനം തന്നെയല്ലേ നമ്മൾ കുറച്ചു നേരം മുന്നേ ഇവിടെ കളിച്ചത്, ഈ രണ്ട് സ്ഥലത്തും കളിച്ചത് എന്ന് പറഞ്ഞാൽ ക്യാഷ് ഡെപ്പോസിറ്റ് ഇൻ ടു ബാങ്ക്. എന്ത് സംഭവിക്കും? ബാങ്ക് കൂടിയില്ലേ? ബാങ്ക് കൂടി. ഇതാ ബാങ്ക് കൂടി.
ക്യാഷ് കുറഞ്ഞു, ക്യാഷ് കുറഞ്ഞു, ക്യാഷ് കുറഞ്ഞു, ക്യാഷ് കുറഞ്ഞു. ദാ ബാങ്ക് മൂലം ക്യാഷ് കുറഞ്ഞു. അതെവിടെ സംഭവിച്ചു? ബാങ്ക് മൂലം എന്ത് കുറഞ്ഞു? ക്യാഷ് കുറഞ്ഞു. ദിസ് ഈസ് വാട്ട് കോൾഡ് വാട്ട്? കോൺട്രാ എൻട്രി. ഇത് നോട്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? സി എന്ന് പറഞ്ഞ അക്ഷരം നമ്മൾ എന്ത് ചെയ്യണോടെ? സി എന്ന് പറഞ്ഞ അക്ഷരം നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന കോളത്തിലൊന്ന് ഇട്ട് കൊടുക്കണം. ഈ പറയുന്ന കോളത്തിലൊന്ന് ഇട്ട് കൊടുക്കണം. ദെൻ ഇനി ഈ പറയുന്ന 3 എൻട്രി പോസിറ്റീവ് നമുക്കറിയാം, ക്യാഷ് സെയിൽസ്. പക്ഷെ ഈ പറയുന്ന 3 എൻട്രി ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. അതിന് പകരം ഞാൻ 3 എൻട്രീസ് ആഡ് ചെയ്യുന്നു. ആ പറയുന്ന എമൗണ്ട് അവിടെ കിടക്കണ്ടായിരുന്നു. ഈ പറയുന്ന 3 എൻട്രീസ് ക്യാൻസൽ ചെയ്തിട്ട് 3 എൻട്രീസ് ഞാൻ ആഡ് ചെയ്യുന്നു. ഒന്ന്, വിഡ്രിയു ക്യാഷ് ഫ്രം ബാങ്ക്. ബാങ്കിൽ നിന്ന് എന്ത് പിൻവലിച്ചു? ക്യാഷ് പിൻവലിച്ചു. 2, ബാങ്ക് ചാർജസ്. 3, deposited a check to bank, received by Mr. Danviga on March 21st. ഓക്കെ, ഞാൻ പറയുന്ന 3 ട്രാൻസാക്ഷൻസ് ഒന്ന് ആഡ് ചെയ്തു. ഞാൻ പറയുന്ന ഇനി ഞാൻ നേരത്തെ ക്വസ്റ്റ്യനിൽ 3 കാണാൻ എന്തായിരുന്നു അറിയാം? മിയർ ക്യാഷ് ട്രാൻസാക്ഷൻസ്. മിയർ ക്യാഷ് നമുക്കത് അറിയാം. സാർ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ക്യാഷ് എങ്ങനെ റെക്കോർഡ് ചെയ്യണം. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും സംശയമുണ്ട്, സാർ കോൺട്രാ എൻട്രി വന്നാൽ ഇനി എങ്ങനെ റെക്കോർഡ് ചെയ്യും? ഞാൻ മാറ്റിത്തരാം, എല്ലാ സംശയങ്ങളും ഞാൻ മാറ്റിത്തരും. ഓക്കെ, മാർച്ച് 16 സംഭവം കഴിഞ്ഞു, മഞ്ഞ അടിച്ച് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ദിസ് ഈസ് വാട്ട്? കോൺട്രാ എൻട്രി. അതിന് എന്താണ് വിളിച്ചത്? കോൺട്രാ എൻട്രി എന്ന പേരിട്ട് വിളിച്ചു. മാർച്ച് 20 വിഡ്രിയു ക്യാഷ് ഫ്രം ബാങ്ക് 2800 രൂപ. 2800 രൂപ ബാങ്കിൽ നിന്ന് പിൻവലിച്ചു. ബാങ്കിൽ നിന്ന് പിൻവലിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ക്യാഷ് കൂടും. എത്ര രൂപ? 2800 രൂപ ക്യാഷ് കൂടും. ബാങ്ക് എത്ര രൂപ കുറയും? 2800 രൂപ കുറയും. ആൻഡ് ദ റീസൺ ഈസ് വാട്ട്? ക്യാഷ്. റീസൺ ഈസ് വാട്ട്? ബാങ്ക് കുറയുള്ള കാര്യം ക്യാഷ് ആണ്. ക്യാഷ് കൂടാനുള്ള കാര്യം ആരാണ്? ബാങ്ക് ആണ്. മനസ്സിലാവോ? നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്ന് പിറകോട്ടും സ്കിപ്പ് അടിക്കുക, മുമ്പോട്ട് വരിക, കാണുക. ഓക്കെ, ഇതും എന്താണ്? ദിസ് ഈസ് ഓൾസോ വാട്ട്? ഇതും എന്താണ്? സോറി, ദിസ് ഈസ് ഓൾസോ വാട്ട്? ഇതും എന്താണ്? കോൺട്രാ എൻട്രി ആണ്. ഇത് എന്താണ്? കോൺട്രാ എൻട്രി ആണ്. ഇത് എന്താണ്? കോൺട്രാ എൻട്രി അല്ലേ? ഓക്കെ, മാർച്ച് 21 ട്രാൻസാക്ഷൻ, ബാങ്ക് ചാർജസ്. ഈ പറയുന്ന ട്രാൻസാക്ഷൻ ഉറപ്പായിട്ട് പരിശോധിക്കും. ഇതിന് കൃത്യമായ ലോജിക്ക് അങ്ങ് മനസ്സിലാക്കണം. ബാങ്ക് ചാർജസ് എന്തെന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. ബാങ്കിൽ നിന്ന് പിടിക്കുന്ന ചാർജസ്. ബാങ്കിൽ നിന്ന് ബാങ്ക് എന്ത് ചെയ്യും? പല കാര്യങ്ങൾ, കുറെ ചാർജസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? പിടിക്കും. അത് ബാങ്കിൽ നിന്ന് കുറയുന്ന ഐറ്റമാണ്. ബാങ്കിന്റെ ഡെബിറ്റ് കോളത്തിൽ വരുന്ന സാധനമാണ്. ബാങ്കിന്റെ ഡെബിറ്റ് സൈഡിൽ വരുന്ന സാധനമാണ്. ബാങ്കിന്റെ ഡെബിറ്റ് സൈഡിൽ വരുന്ന സാധനം മീൻസ് നമ്മളെ ക്രെഡിറ്റ് സൈഡിൽ വരുന്ന സാധനമാണ്. നമ്മളെ ക്രെഡിറ്റ് സൈഡിൽ മീൻസ് നമ്മളെ പേയ്മെന്റ് വരുന്ന സാധനമാണ്. എന്ന് പറഞ്ഞാൽ ബാങ്ക് ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പെൻസ് അല്ലേ? പേയ്മെന്റ് അല്ലേ? എന്താണ്? പേയ്മെന്റ് അല്ലേ? എന്താണ്? ചാർജസ് ബൈ ബാങ്ക് അല്ലെങ്കിൽ ബാങ്ക് ചാർജസ്. എത്ര രൂപ പേയ്മെന്റ്? 3500. 3500 ഒന്നും ബാങ്ക് ചാർജസ് വരത്തില്ല. സോറി, 200 രൂപ. എത്ര രൂപ? 200. 3500 ഒന്നും ഒരിക്കലും ബാങ്ക് ചാർജ് വരത്തില്ല. ഓക്കെ, അത് ഞാൻ നേരത്തെ എമൗണ്ട് കോളം മാറ്റാതല്ല ചെയ്തത്. ഓക്കെ, ദെൻ മാർച്ച് 26 ഈ ട്രാൻസാക്ഷൻ. ഇങ്ങനത്തെ ഒരു ചോദ്യം വരുമ്പോൾ ഈ പറയുന്നുണ്ട്, ഇങ്ങനെ ഈ പറഞ്ഞ ട്രാൻസാക്ഷൻ ഉണ്ട്. ഡെപ്പോസിറ്റഡ് ചെക്ക് ടു ബാങ്ക് റിസീവ്ഡ് ബൈ
മിസ്റ്റർ ദാൻവിക അല്ല, മിസ് ദാൻവിക. മിസ് ദാൻവിക ഓൺ മാർച്ച് 21. അപ്പൊ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് മാർച്ച് 21 ഒരു ചെക്ക് കിട്ടിയിരുന്നു. ആ ചെക്കാണ് മാർച്ച് 26 ഡെപ്പോസിറ്റ് ചെയ്തത്. We have received a check on March 21st and the same check is deposited on March 26. എന്നൊരു കാര്യം മനസ്സിലുടനെ കത്തണം. കത്തിയില്ലെങ്കിൽ ആ പറയുന്ന ട്രാൻസാക്ഷന്റെ ജേണൽ എൻട്രി തെറ്റിപ്പോവും. ഓക്കെ ഓക്കെ അപ്പൊ ഞാൻ എന്താണ് പറഞ്ഞത്? We have received a check on March 21st. Amount group is 2000 and that same check is deposited on which date? March 26. Given by Danvika. Okay. നമുക്ക് നോക്കാം. ചെക്ക് കിട്ടുമ്പോൾ സാറ് പറഞ്ഞു എന്തെന്ന് എഴുതണം? ക്യാഷ് കിട്ടിയെന്ന് പറഞ്ഞ് എഴുതണം സാറ് പറഞ്ഞു. ഓക്കെ, ക്യാഷ് കൂടി. മാർച്ച് 26 ചെക്ക് ബൈ ദാൻവിക. ദാൻവിക എന്ത് തന്നു? ചെക്ക് തന്നു. ദാൻവിക എന്ത് തന്നു? ചെക്ക് തന്നു. എത്ര രൂപയുടെ ചെക്ക് തന്നു? 2000 രൂപയുടെ ചെക്ക് തന്നു. സാർ ക്യാഷ് കൂടി സാർ, ക്യാഷ് കൂടി. ഇനി ദാറ്റ് സെയിം ചെക്ക് മാർച്ച് 26 അല്ല, മാർച്ച് 21. സോറി, മാർച്ച് 21. മാർച്ച് 21 ചെക്ക് കിട്ടിയത്. മാർച്ച് 26 അല്ല. 26 നമ്മൾ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്ത ഡേറ്റ് ആണ്. ഓക്കെ, ഡേറ്റ് ഒന്ന് മാറിപ്പോലെ. ഓക്കെ നമ്മൾ പോകുന്നു, മുന്നോട്ട് നമ്മൾ പോകുന്നു. ഇനി ഈ പറയുന്ന ചെക്കാണ് നമ്മൾ എന്ത് ചെയ്തത്? ഡെപ്പോസിറ്റ് ചെയ്തത്. ആ പറയുന്ന ചെക്കാണ് ഡെപ്പോസിറ്റ് ചെയ്തത്. ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ എന്താണ് എൻട്രി? ചെക്ക് ഡെപ്പോസിറ്റ് ഇൻ ബാങ്ക്. എവിടെ കൂടും എവിടെ കുറയും? ബാങ്ക് കൂടും, ക്യാഷ് കുറയും. ബാങ്ക് കൂടട്ടെ. ബാങ്ക് എത്ര രൂപ കൂടും? 2000 രൂപയുടെ ബാങ്ക് കൂടുകയും ചെയ്യും, 2000 രൂപയുടെ ക്യാഷ് കുറയുകയും ചെയ്യും. ദാറ്റ് മീൻസ് വാട്ട്? ഈ പറയുന്ന ദാൻവിക എന്ന് പറയുന്ന ആള് കാരണമല്ല, സോറി. ഈ പറയുന്ന ബാങ്ക് ക്യാഷ് കാരണം എന്ത് കൂടി? ബാങ്ക് കൂടി. ബാങ്ക് കാരണം എന്ത് കുറഞ്ഞു? ക്യാഷ് കുറഞ്ഞു. എന്ന്? മാർച്ച് 26. And this transaction can be called as what? Contra entry. ഇതിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കാം? കോൺട്ര എൻട്രി എന്ന പേരിട്ട് വിളിക്കാം. ഇതിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കാം? കോൺട്ര എൻട്രി എന്ന പേരിട്ട് വിളിക്കാം. കോൺട്ര എൻട്രി എന്ന പേരിട്ട് വിളിക്കാം. ഓക്കെ, ബാലൻസ് ചെയ്യാൻ കുറച്ച് സ്ഥലം താഴോട്ടാണ്, അതാണ് സെല്ല് ആഡ് ചെയ്യുന്നത്. ഇനി ഈ പറയുന്ന ട്രാൻസാക്ഷൻസ്, ഞാൻ പറഞ്ഞ 2 ട്രാൻസാക്ഷൻസ്, ചെക്ക് ഡെപ്പോസിറ്റ് ഇൻ ബാങ്ക്. ആ പറയുന്ന 2 സിറ്റുവേഷനിൽ നമുക്ക് ക്യാഷ് കിട്ടിയതിനു ശേഷം ആ പറയുന്ന ക്യാഷ് ആണ് നമ്മൾ എന്ത് ചെയ്തത്? ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തത്. ഓക്കെ, അപ്പൊ മനസ്സിലായി ക്യാഷ് എന്ത് ചെയ്തു? കൂടി. ഈ ഇൻസ്റ്റൻസ് ക്യാഷ് എന്ത് ചെയ്തു? ഈ ഇൻസ്റ്റൻസ് അല്ല, 2800 ക്യാഷ് എന്ത് ചെയ്തു? കൂടി. സോറി 2800 അല്ല, 2500. ക്യാഷ് എന്ത് ചെയ്തു? 2500 രൂപ ക്യാഷ് കൂടി. ഓക്കെ, ഈ പറയുന്ന ക്യാഷ് കുറഞ്ഞിട്ടുമുണ്ട്, 2500 രൂപ കുറഞ്ഞിട്ടുമുണ്ട്. നമ്മൾ എന്ത് ചെയ്തു? ബാങ്ക് കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പൊ ആ പറഞ്ഞ എഫക്റ്റ് വന്നേ. എന്നിട്ട് ബാങ്ക് കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തപ്പോ എന്ത് കൂടി? ക്യാഷും കൂടി. അല്ല, ഈ പറഞ്ഞ ബാങ്കും കൂടി. ക്യാഷ് നമ്മൾ ചെക്ക് റിസീവ് ചെയ്തപ്പോ ക്യാഷ് കൂടി, ബാങ്ക് കൊണ്ട് ഇട്ടപ്പോൾ ക്യാഷ് കുറഞ്ഞു. അപ്പൊ എന്ത് കൂടി? ബാങ്ക് കൂടി. ആ പറഞ്ഞ എഫക്റ്റ് വന്നാണ്ടല്ലേ? ചുരുക്കി പറഞ്ഞ ഇവിടെ എന്തില്ല? ക്യാഷിന്റെ എഫക്റ്റ് ഇല്ല. ഈ പറഞ്ഞ 2500 ക്യാൻസൽ ആയിപ്പോ ഡെബിറ്റും ക്രെഡിറ്റും. ബാങ്കിൽ പൈസ കൂടി എന്നുള്ള എഫക്റ്റ് മാത്രം. ശരിക്കും പറഞ്ഞാൽ അതല്ലേ ആ പറഞ്ഞ ട്രാൻസ്ഫർ നെറ്റ് എഫക്റ്റ് എന്താണ്? ബാങ്കിൽ പൈസ കൂടി. ആ പറഞ്ഞ എഫക്റ്റേ ഉള്ളൂ. ആ പറഞ്ഞ സെയിം സിറ്റുവേഷൻ ആണ് ഇവിടെയും വരുന്നത്. ദാൻവീറുടെ കയ്യിൽ നിന്ന് പൈസ കിട്ടി, ക്യാഷ് കിട്ടി. ദാൻവീറുടെ കയ്യിൽ നിന്ന് ക്യാഷ് കുറഞ്ഞു. കാരണം ക്യാഷ് എവിടെ വന്നറിയാം? ബാങ്കിൽ വന്നു. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? സിംപിളി ഈ പറഞ്ഞ അക്കൗണ്ട് ഒന്ന് ബാലൻസ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ മീറ്റിംഗ് കൺട്രോൾ ഒന്ന് ഹൈഡ് ചെയ്യണം. എന്നാലും എനിക്ക് ബാലൻസ് ചെയ്യുമ്പോൾ കൂടുതൽ എവിടെ കുറവെന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ.
ഓക്കെ, ഡെബിറ്റ് സൈഡ് ആണ് കൂടുതൽ, അതെന്ന് ഡെബിറ്റ് സൈഡ് ആയിരിക്കും കൂടുതൽ. കൂടുതലുള്ള സ്ഥലം രണ്ട് സൈഡിൽ നമ്മൾ എഴുതി, കൂടുതലുള്ള സ്ഥലം രണ്ട് സൈഡിൽ നമ്മൾ എഴുതി, സംശയമൊന്നുമില്ല. ഇത് നമ്മൾ എന്ത് ചെയ്യണോടെ? കുറയ്ക്കണം. ഇതിൽ നിന്ന് ഇതിൽ നിന്ന് ഇതിൽ നിന്ന് ഇത് ഇത്ര കാര്യങ്ങളും കുറയ്ക്കണം. അതായിരിക്കും എന്ത്? ക്യാഷ് ബാലൻസ്. മറ്റേതായിരിക്കും എന്ത്? ബാങ്ക് ബാലൻസ്. ചുരുക്കി പറഞ്ഞാൽ നമ്മളെ ബാലൻസ് ക്യാരി ഡൗൺ, സോറി ക്യാപ്സ് ആയി പോയി. ബാലൻസ് ക്യാരി ഡൗൺ എത്ര വരൂടെ? ക്യാഷിന്റെ ബാലൻസ് 4400 ഈ പറയുന്നത് മാർച്ച് 31 മാർച്ച് 31 ലാസ്റ്റ് ഡേയിലാണല്ലോ നമ്മൾ ക്ലോസ് ചെയ്യേണ്ട അക്കൗണ്ട്സ്. ക്യാഷ് 4400 വരും, ബാങ്ക് 9700 വരും. ദിസ് ഈസ് വാട്ട്? ഡബിൾ കോളം ക്യാഷ് ബുക്ക്. ഇതിനെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിച്ചത്? ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്ന പേരിട്ട് വിളിച്ചത്. എളുപ്പമല്ലേ? വലിയ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല, എളുപ്പമല്ലേ? നമ്മൾ 3 കോൺട്ര എൻട്രീസ് നമ്മൾ പോസ്റ്റ് ചെയ്തു. ഇതൊക്കെ ചോദിക്കുള്ള എക്സാമിന്, ഇതിനപ്പുറത്തെ ഒരു ക്വസ്റ്റ്യൻ വരത്തില്ല. കാണാപാഠം പഠിച്ച് ഇങ്ങനെയൊക്കെയാണ് കോൺട്ര എൻട്രി വന്നാൽ പോസ്റ്റ് ചെയ്യേണ്ടത്. അങ്ങനെ കാണാതെ പഠിച്ചു പോരുത്. വി ഹാവ് ടു റിയലൈസ് ദ ലോജിക്. നമ്മളെ ലോജിക് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് പോയിട്ട് വേണം എന്ത് ചെയ്യേണ്ടത്? എക്സാമിന് അപ്പിയർ ചെയ്യേണ്ടത്. ഓക്കെ, ഇത് ഇത്രയുമാണ് എന്തിനെ പറ്റി പറയാനുള്ളത്? ഈ പറയുന്ന ഡബിൾ കോളം ക്യാഷ് ബുക്കിനെ പറ്റി പറയാനായിട്ടുള്ളത്. അടുത്ത ക്ലാസ്സിൽ പെറ്റി ക്യാഷ് ബുക്ക്, സെയിൽസ് ഡേ ബുക്ക്, പർച്ചേസ് ഡേ ബുക്ക് എല്ലാം നമുക്ക് തീർക്കും. ഓക്കെ, താങ്ക് യു. മനസ്സിലായല്ലോ? അപ്പം ശരി, ടാറ്റാ.